പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലു ഇത്തഖദല്ലാഹു വലദ. സുബ്ഹാനഹു, അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. അവൻ എത്ര പരിശുദ്ധൻ, അവൻ പരാശ്രയമുക്തനത്ര. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ്റേതാകുന്നു. നിങ്ങളുടെ പക്കൽ ഇതിന്, അതായത് ദൈവത്തിന് സന്താനമുണ്ടെന്നതിന് യാതൊരു പ്രമാണവുമില്ല. അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അറിവില്ലാത്തത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ്. അപ്പോൾ ഇവർ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞിരുന്നു. മക്കയിലെ ഖുറൈശ് അവൻ്റെ സന്താനമാണ്, ലാത്ത, ഉസ്സ, മനാത്ത പെൺമക്കളാണ് എന്നെല്ലാം പറഞ്ഞു. ഈ അമിതമായ ഭയഭക്തി മൂലമാണ് ഈ ദൈവസന്താനങ്ങളെന്ന് പറയുന്നത്. ജനങ്ങളുടെ പ്രീതി നേടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈസാ നബി നമുക്കറിയാമല്ലോ, ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് അമിതമായ ഭയഭക്തി മൂലം. ഏതൊരു പ്രവാചകനോടും ഒരു കണക്കിൽ മാത്രമേ നമ്മൾ ഭയഭക്തി കാണിക്കാൻ പാടുള്ളൂ, അത് കൂടുതലാവാൻ പാടില്ല. നമ്മുടെ മുഹമ്മദ് നബിയോടും സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സുന്നികൾ അമിതമായ ഭയഭക്തി കാണിച്ചതിൻ്റെ ഫലമാണ് നബിദിനമൊക്കെ കൊണ്ടയാടുന്നതൊക്കെ അതാണ്. ശരിക്കും പ്രവാചകന സഹാബിമാരോ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത, ഭൂമിയിൽ വെച്ച് തന്നെ സന്തോഷവാർത്ത ലഭിച്ച ഖലീഫമാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഉമർ, ഉസ്മാൻ, അലി തുടങ്ങിയവരൊക്കെ, അവർക്കൊക്കെ ഖദീജ ബി, ഇവർക്കൊക്കെ ഭൂമിയിൽ വെച്ച് തന്നെ അവർ സ്വർഗാവകാശികളാണെന്ന് അവർക്ക് അനുമതി അള്ളാഹു പ്രവാചകൻ്റെ ഉത്തരവ് കിട്ടിയിരുന്നു. എന്നിട്ട് പോലും അവർ മരിക്കും വരെയൊന്നും പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കില്ല. ഇത് ജന്മദിനം നമുക്ക് വരുന്നത് ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രവാചകൻ മരണപ്പെട്ട് 300 വർഷങ്ങൾക്ക് ശേഷം ഏതൊരു രാജാവ്, ക്രിസ്ത്യൻ രാജാവ് കൊണ്ടുവന്നതാണത്, അല്ലെങ്കിൽ ചില ബൗദ്ധികപ്രമത്തരായ ഭരണാധികാരികൾ കൊണ്ടുവന്നതാണ്. ഉസ്മാനിയ ഖിലാഫത്തോടുകൂടി ഖിലാഫത്ത് തകർന്നു. പിന്നീട് ഒരു നാമമാത്ര ഖിലാഫത്ത് ഉണ്ടായിരുന്നത്. പിന്നെ തുർക്കിയിലത്തെ ഖിലാഫത്ത് ബ്രിട്ടീഷുകാർ തകർത്തുകയും ചെയ്തു. പിന്നീടുള്ള നാമമാത്ര ഖിലാഫത്തായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മളെ ഒക്കെ ആദർശങ്ങളിലെല്ലാം മുസ്ലിം ആദർശങ്ങളല്ലാതെ ബഹുദൂരം പിന്നോട്ട് മാറി. അപ്പോഴാണ് ഈ അക്കാലത്തുള്ള മറ്റ് ക്രിസ്ത്യൻ ഭരണാധികാരികളൊക്കെ അവരുടെ നബിദിനം ആഘോഷിച്ചു. അത് കണ്ടിട്ട് ആ കടമെടുത്താണ് പിന്നീട് അവർ പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടാൻ തുടങ്ങിയത്. അപ്പം ഇതൊക്കെ അള്ളാഹുവിന് സന്താനമുണ്ടെന്നൊക്കെ പറഞ്ഞത് അമിതമായ ഭയഭക്തിയാണ്. അവർക്കിത് പോരാ. മനസ്സിലായി, ഈ കാണുന്ന പ്രവാചകൻ എന്നുള്ള പദവിയൊന്നും പോരാ, ഒന്നും കൂടി കൂട്ടണം. ഒരു ഷാളിടും, അത് ഷാള് പോരാ, ഒന്നും കൂടി ഭംഗിയുള്ള ഷാളിടും, പിന്നെ അതിന് സ്വർണം പൂശിയ ഷാളിടും, ഇല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കും. അത് ചെറുതായി ഒന്നും കൂടി വലിയ വിഗ്രഹം ഉണ്ടാകട്ടെ, അതിനേക്കാളും വലിയ വിഗ്രഹം ഉണ്ടാക്കട്ടെ. ഇങ്ങനെ അമിതമായ ഭക്തി കൂടുമ്പോഴാണ് ഈ ഒടുക്കം ഒരു ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ പറയാൻ തുടങ്ങും. ഒരിക്കലും അള്ളാഹുവിന് പുത്രനില്ല. അള്ളാഹു ഏകനാണ്. പുത്രനോ ഭാര്യയോ ഒന്നുമില്ലാത്തവനാണ്. അത് ഖുർആനിൽ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൽ പറഞ്ഞല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്. അവൻ ജനിച്ചിട്ടുമില്ല, ജനിപ്പിച്ചിട്ടുമില്ല. ഒരാളുടെ മകനെ ജനിച്ചവനല്ല അള്ളാഹു. മറ്റാർക്കും ജന്മം കൊടുത്തിട്ടുമില്ല. ജന്മം കൊടുക്കണമെങ്കിൽ ഇണ വേണമല്ലോ, ഭാര്യ വേണം, അതുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുത്രൻ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹു പരിശുദ്ധനാവുന്നു. ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നവന് മാത്രമേ. ആകാശഭൂമികളുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാവുന്നു. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ തന്നെ മക്കളുണ്ട് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിക്കുന്നത്. തെളിവും പ്രമാണവും നിങ്ങളുടെ കയ്യിലില്ല. അപ്പം അറിവില്ലാത്തതാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുക. അള്ളാഹുവിനെതിരിൽ നിങ്ങൾ അറിവില്ലാത്തത് പറഞ്ഞുണ്ടാക്കുക. അത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം ആ വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മാതാപിതാന്തമയ്യ കൂട്ടാം, അയാൾ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. ഇപ്പം ലഭിക്കുന്ന ആ സ്ത്രീക്ക് ഇപ്പോൾ ലഭിക്കുന്ന പരിഗണന പോരാഞ്ഞിട്ടൊന്നും കൂടി പറയാം, ദൈവത്തിൻ്റെ പുത്രനാണ്, പുത്രിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ആൾ കൂടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ഈ പ്രവാചകന്മാരെ പറ്റി അവർ പറയുന്നത്, ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ. ഇവിടെ പറയാനാണ് ഇതൊക്കെ നിങ്ങൾ അറിവില്ലാത്തത് കൊണ്ടുള്ള വർത്തമാനങ്ങളാണെന്നാണ് ഇവിടെ പറഞ്ഞത്.
പിന്നെ പറയാം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർ വിജയിക്കുകയില്ല തീർച്ച. അപ്പം അള്ളാഹുവിൻ്റെ പേരിൽ ഇങ്ങനെ ഇല്ലാത്തത് പുത്രനാണ് പുത്രിയാണെന്നൊക്കെ പറയുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അവർക്കുള്ളത് ഇഹലോകത്തെ സുഖാനുഭവം അത്രേ, പിന്നെ നമ്മുടെ അടുക്കലേക്ക് താണ് അവരുടെ മടക്കം. എന്നിട്ട് അവർ അവിശ്വസ്തതിൻ്റെ ഫലമായി കഠിനമായ ശിക്ഷ നാം അവർക്ക് ആസ്വദിപ്പിക്കുന്നതാണ്. അപ്പം ഇഹലോകത്തെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? മാതാമൃതാന്തമായി പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവർ? എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പത്രങ്ങളിൽ, മാതൃഭൂമി പത്രങ്ങളിൽ അവരുടെ പിന്നെ സന്ദേശങ്ങൾ പറയുന്നുണ്ട്. അവർ ചിലപ്പം ഒരു മുക്കുസ്ത്രീയാണ്, മുക്കുസ്ത്രീ നമ്മൾ കുറ്റം പറയുന്നില്ല. ചിലപ്പം അങ്ങനെ ദരിദ്ര കുടുംബങ്ങളിലൊക്കെ ജീവിച്ച് വളർന്നവർ ചിലപ്പം അള്ളാഹു പിന്നെ ദൈവത്തിലേക്ക് അടുക്കും. പക്ഷെ അവർ ദൈവമായിട്ട് ദേവിയായിട്ടൊന്നും സങ്കല്പിക്കാൻ പാടില്ല. ഇപ്പം പല നമ്മുടെ മുഹീദ്ദീൻ ഷേഖ് എന്നൊക്കെ വിളിക്കുന്നവരൊക്കെ അധികം ദരിദ്രന്മാരും ഒക്കെ ആയിരുന്നു. അള്ളാഹുവിനെ അധികം പേരും ദരിദ്രന്മാരാണ് അള്ളാഹുവിനെ കണ്ടെത്തുക. പിന്നെ അതേസമയം മറ്റേ അബ്ദുൽ ഖാദർ ജീലാനിയൊക്കെ വലിയ ധനാഢ്യനായിരുന്നു, ഒരുപാട് കപ്പലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു കപ്പൽ മുങ്ങിപ്പോയപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അന്ന് അൽഹംദുലില്ലാ പറഞ്ഞു അത് അത്രയും എനിക്ക് ആ കപ്പലിന് ആയുസുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങളുടെ കപ്പലെല്ലാം മുങ്ങിയത് വേറെ ആളുടെ കപ്പലാണ്, അൽഹംദുലില്ലാ, അതൊന്നും അൽഹംദുലില്ലാ. അപ്പോൾ ആപത്ത് വന്നാലും ഇല്ലെങ്കിലും ഒക്കെ അദ്ദേഹം അൽഹംദുലില്ലാ, ഒന്നും എൻ്റെ അല്ല അള്ളാഹുവിൻ്റെയാണ്, അങ്ങനെയുള്ള ചിന്തിക്കുന്ന ധനാഢ്യരായ വ്യക്തികളുണ്ടായിരുന്നു. വളരെ തുലവും കുറവായിരുന്നു. ഇപ്പം നമ്മുടെ സുലൈമാൻ നബി ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു. പക്ഷേ സ്വർഗത്തിൽ ഏറ്റവും അവസാനം വരുന്ന പ്രവാചകനാണ് സുലൈമാൻ നബി എന്ന്. കാരണം ധനാഢ്യന്മാർക്ക് അള്ളാഹുലേക്ക് എത്താൻ അത്ര അങ്ങോട്ട് കഴിയില്ല, എങ്കിലും കഴിയും. പക്ഷെ അത്രക്ക് ദരിദ്രരായിട്ടും അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തുകയും ചെയ്യുന്നവരുടെ ഇതാണ് ഏറെ മഹത്തരം. അവർക്ക് മറ്റു ധനാഢ്യന്മാർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ലഭിച്ച ശേഷമാണ് അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. അപ്പം അത്രത്തോളം മഹത്തരമല്ല. അതേസമയം നമ്മുടെ പ്രവാചകനൊക്കെ ഒരുപാട് ദാരിദ്ര്യം രുചിച്ച വ്യക്തിയാണ്. പണം ഉണ്ടായിട്ടും ഒരുപാട് സക്കാത്ത് മുതൽ കൂടിയിട്ടും അതെല്ലാം അന്നത്തെ രാത്രി തന്നെ മുഴുവനും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ പ്രവാചകൻ. അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ ഇവിടെ ഈ ലോകത്തെ സുഖാനുഭവമൊക്കെ പിന്നെ നമ്മുടെ അടുക്കലേക്കാണ് അവർ മടക്കം. അവർ അവിശ്വസത്തിൻ്റെ ഫലമായി കഠിനമായ ശിക്ഷ നാം അവരെ ആസ്വദിപ്പിക്കുന്നതാകുന്നു. ഇതൊക്കെ ഈ ലോകത്തെ സുഖാഡംബരങ്ങളുമാണ്, പൊന്നും പണവും ഒക്കെ. അതൊക്കെ താൽക്കാലികമാണ്, അത് എന്നൊന്നും നശിക്കും. അങ്ങനെ ഒരിക്കലും നശിക്കാത്ത അള്ളാഹുവിനെ മാത്രം ലാക്കാക്കി ജീവിക്കുകയും അവനെ മാത്രം പ്രീതിപ്പെടുത്തി അവനെ മാത്രം തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.